ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ചാനലിലൂടെ പേജിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ വ്യക്തിത്വമാണ് അബ്ദുൽ ലത്തീഫ്. അദ്ദേഹത്തിന്റെ വീഡിയോകൾ കാണാത്ത മലയാളികൾ ചുരുക്കമായിരിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കോഴിക്കോട് കുന്നമംഗലത്ത് വെച്ച് വർക്കിനിടയിൽ അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചു. ആ വീഡിയോ ആണ് തൊട്ടു മുന്നേ നിങ്ങൾ കണ്ടത്. കഠിനാധ്വാനിയും വളരെ സാഹസികമായുള്ള ജോലിയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ലത്തീഫ്. അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ എനർജിയാണ്. എത്ര വല്ല സാഹസിക ജോലി ചെയ്യുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ എനർജി, ആ ഉന്മേഷം, ആ ചാർജ് ഞാൻ നോക്കി നിന്ന് പോയിട്ടുണ്ട്. ഒരു സേഫ്റ്റിയും കൂടാതെയാണ് ഇത്തരത്തിലുള്ള സാഹസികമായിട്ടുള്ള ജോലി അദ്ദേഹം ചെയ്തിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഴിവിലും ധൈര്യത്തിലുമുള്ള വിശ്വാസമായിരിക്കാം ഒരു സേഫ്റ്റി നോക്കാത്തത്. കാരണം ഞാനും ഹൈറ്റിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്കതൊക്കെ ഒരു സിമ്പിളായി തോന്നുമെങ്കിലും കാണുന്നവർക്ക് അതൊരു പ്രയാസം ഉണ്ടായേക്കാം. ഞാനൊക്കെ ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ അവിടെയുള്ള ഉമ്മമാരൊക്കെ പറയാറുണ്ട്, മോനെ ശ്രദ്ധിക്ക്, പിടിക്കും മോനെ, ശ്രദ്ധിച്ച് നിൽക്കും മോനെ എന്നൊക്കെ പറയാറുണ്ട്. മാത്രമല്ല ആ ഏരിയയിലെ പണി കഴിഞ്ഞു നമ്മൾ ഇറങ്ങുന്നത് വരെ പേടിയോടെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്ന ഉമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാലും എവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്ന് നമ്മൾക്ക് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ജോലി ചെയ്യുന്നവർ ആരായാലും അവരുടെ സേഫ്റ്റി ആദ്യം നോക്കണം നിർബന്ധമായിട്ട്. 2005 ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം ഇതാണെന്ന് പറഞ്ഞാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്താണ് ആ വീഡിയോ അദ്ദേഹം. ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് AI ആണോ? അത് AI അല്ല, ഒറിജിനൽ തന്നെയാണ് എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പറയാൻ കാരണം കിണർ നേരെ താഴേക്ക് പോകുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത്. അത് കിണർ താഴേക്ക് പോയതല്ല. കിണറിന്റെ സെന്ററിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ഒരു ഹൈറ്റ് കെട്ടി സ്റ്റേജ് പോലെ കെട്ടി അതിന്റെ മുകളിൽ നിന്ന് പണിയെടുക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ട്. അതുപോലെ വർക്ക് ചെയ്യുന്നതിനിടയിൽ ആ സ്റ്റേജ് മുറിഞ്ഞ് താഴേക്ക് പോയതാണ് കിണറിന്റെ ആയങ്ങളിലേക്ക്. ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് സേഫ് ആണോ എന്നാണ്. അതിനൊന്നും മറുപടി കിട്ടാതായപ്പോൾ ഒരു സഹോദരി അദ്ദേഹത്തോടുള്ള സ്നേഹത്തോടെ ആയിരിക്കണം ദേഷ്യപ്പെട്ടിട്ട് ചോദിച്ചപ്പോൾ അതിന്റെ മറുപടി കിട്ടുകയും ചെയ്തു, സേഫ് ആണ് എന്ന്. അദ്ദേഹം സേഫ് ആയിരിക്കട്ടെ എന്ന് നമ്മളും വിശ്വസിക്കുന്നു. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കും ആരോഗ്യത്തോടെ തിരിച്ചു വരാനും ദീർഘായുസ്സുള്ള ആഫിയത്ത് ഉണ്ടാവാനും ഞാൻ പ്രാർത്ഥിക്കുന്നു.